അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. എംഎസ്എം സംസ്ഥാന കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം 3 പ്രധാനപ്പെട്ട പ്രോഗ്രാമുകളാണ് ഉണ്ടാകാറുള്ളത്. ഒന്ന്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള പ്രോഫ്കോണും, ആർട്സ് ആൻഡ് സയൻസ് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സയൻസും, അതോടൊപ്പം കഴിഞ്ഞ കൊല്ലം മുതൽ വളരെ ഗൗരവത്തിൽ നമ്മൾ കണ്ടുകൊണ്ട് അറബിക് കോളേജിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലോബൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസുമാണ് പ്രധാനമായിക്കൊണ്ട് എംഎസ്എം സംഘടിപ്പിക്കാറുള്ളത്. കഴിഞ്ഞ വർഷം ഞങ്ങൾ സെക്രട്ടേറിയറ്റ് എടുക്കുന്ന വേളയിൽ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കിടയിൽ ഒരു വലിയൊരു ചർച്ചയുണ്ടായി. പൊതുവെ ഇസ്ലാഹി രംഗത്ത് കൂടുതൽ സംഭാവന അർപ്പിക്കാൻ സാധിക്കുന്ന, അതോടൊപ്പം നമ്മുടെ ഭാരവാഹിത്വത്തിൽ അധികമുള്ള അറബിക് കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവർക്ക് കാലങ്ങളോളം ഓർത്തുവെക്കാൻ നല്ല നിലയിലുള്ള പ്രോഗ്രാമുകൾ കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ കാര്യമായി കൊണ്ട് ആലോചിച്ചു. അതിൻ്റെ പടിയായിക്കൊണ്ട് അതിന് കഴിഞ്ഞ വർഷം മുതൽ കാലങ്ങളായിക്കൊണ്ട് ചെറുതായിട്ട് ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ സംഘടിപ്പിച്ചു വന്നിരുന്ന ഒരു ആർട്സ് ഫെസ്റ്റ്, അൽ ഫുനൂൻ എന്ന് പറഞ്ഞ ആർട്ട് ഫെസ്റ്റ് കഴിഞ്ഞ വർഷം മുതൽ നമ്മൾ എന്താക്കി, ഒരു വലിയൊരു ഓഫ്ലൈൻ മത്സരമായിക്കൊണ്ട് നമ്മൾ ചെറുതായിട്ട് തുടങ്ങി. അൽഹംദുലില്ലാഹ് ഒരു 200ഓളം കുട്ടികളെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് തുടങ്ങിയ, അല്ലെങ്കിൽ ഞങ്ങൾ ആരംഭിച്ച അൽഫുനൂൻ ഇന്ന് വെറും 2ാമത്തെ അൽഫുനൂൻ ആയപ്പോഴേക്കും അത് 400-ൽ പരം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന, ഏറ്റവും വീറും വാശിയും അടങ്ങിയ 20ഓളം കേരളത്തിലെ കാസർഗോഡ് മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ നിന്നും പങ്കാളിത്തമുള്ള ഒരു വലിയൊരു ആർട്ട് ഫെസ്റ്റ് ആക്കിക്കൊണ്ട് മാറ്റാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ നിന്നും വളർന്നു വരുന്ന അറബിക് കോളേജ് വിദ്യാർത്ഥികളെ ഈ സമൂഹത്തിൽ നമുക്ക് കൂടുതൽ ചെയ്യാനുണ്ടെന്ന ഉത്തരവാദിത്ത ബോധം അവർ കൊടുക്കൽ കൂടിയാണ് നമ്മൾ ചെയ്തത്. അവർക്ക് പല യൂണിവേഴ്സിറ്റി ലെവലിലെ സി സോണും ബി സോണും മറ്റ് ഇന്റർസോൺ മത്സരങ്ങളൊക്കെ ഉണ്ടാകുന്ന വേളയിൽ നമ്മുടെ അറബിക് കോളേജ് പഠിക്കുന്ന, സാധാ അൺഅഫിലിയേറ്റഡ് ആയിട്ടുള്ള അറബിക് കോളേജിൽ പഠിക്കുന്ന, പ്രൈവറ്റ് അറബിക് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി മാത്രമായിക്കൊണ്ട് ഒരു ആർട്സ് ഫെസ്റ്റ് നടത്തണം എന്ന പേരിലാണ് നമ്മൾ അൽഫുനൂൻ സംഘടിപ്പിച്ചത്. ഞാൻ ഈ സമയത്തും ഇത്ര സമയം എടുത്തുകൊണ്ട് അൽഫുനൂനെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല്, ഇന്ന് അറബി സമ്മേളനത്തിന്റെ ഏറെ ഇവിടെ എല്ലാവരും കാത്തു നിൽക്കുന്നത് ഈ വർഷത്തെ അൽഫുനൂൻ ചാമ്പ്യൻ ആരാകുമെന്ന ഒരു വലിയ ഒരു കാത്തിരിപ്പാണ്. ചാമ്പ്യന്മാരാരുമായിക്കോട്ടെ, നമ്മൾക്കുള്ള ഒരു ദൗത്യമുണ്ട്. നമുക്കറിയാം 1940കളിലെല്ലാം KM മൗലവിയും NV അബ്ദുസ്സലാം മൗലവിയും, അതിനുശേഷം KP മുഹമ്മദ് മൗലവിയും, അതിന് മുമ്പായിക്കൊണ്ട് KM മൗലവിക്ക് കൃത്യമായിക്കൊണ്ട് ഇസ്ലാഹി ദൗത്യം കാണിച്ചു കൊടുത്തുകൊണ്ട് MCCയും ചാലിലകത്തും എല്ലാരും കൂടിയിരുന്ന് ഒരു കൊലായിലൊക്കെ കൂടിയിരുന്ന് അവർ കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ട്, ഒരു അറബിക് കോളേജ് സിസ്റ്റം. ആ സിസ്റ്റത്തിന്റെ വലിയ പന്തലിച്ച് നിൽക്കുന്ന, ചെറുതായിട്ട് 14, 13, 23 വിദ്യാർത്ഥികൾ മാത്രമായി കൊണ്ട് ആരംഭിച്ച അറബിക് കോളേജുകളിൽ നിന്നും ഇന്ന് 20ഓളം ക്യാമ്പസിൽ നിന്നും ഇന്ന് 1076 കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ സ്മരിക്കണം. അവർക്കൊരു നമ്മുടെ പ്രാർത്ഥന ഉണ്ടാവണം. അതോടൊപ്പം തന്നെ നമ്മുടെ കോളേജുകളിൽ വൈകുന്നേര സമയങ്ങളിൽ, രാത്രി കാലങ്ങളിൽ സുബഹി നമസ്കാരത്തിന് ശേഷം നമ്മൾ കൂടിയിരിക്കണം, ചർച്ച ചെയ്യണം. എങ്ങനെ ഇനി എന്റെ ക്യാമ്പസിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, എന്റെ അറബി പഠനം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, നമ്മൾക്ക് വേണ്ടിയിട്ട് ഇസ്ലാഹി നേതാക്കൾ വെച്ചിട്ടുള്ള ആ കൂടിയാലോചനകൾ എങ്ങനെ ഈ കാലത്ത്, ഈ AI കാലത്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നത് നമ്മൾ കൂടിയാലോചിക്കണം. കൃത്യമായി കൊണ്ടുള്ള ഒരു കാഴ്ചപ്പാട് വിദ്യാർത്ഥികൾ നമുക്ക് കാണണം. രാജ്യവും ലോകവും നമ്മുടെ നാടുമെല്ലാം വലിയ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമ്പോ ക്യാമ്പസുകളിലെല്ലാം അധാർമികത വലിയ വിപ്ലവം ഉണ്ടാവുമെന്ന് നമ്മളെല്ലാം പറയുമ്പോ, ധാർമ്മികതയുടെ വിപ്ലവം തീർക്കാൻ അറബിക് കോളേജുകളിൽ നിന്നും പഠിച്ചതിനു ശേഷം നമ്മൾ സാധാ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പോയിട്ട് PG പഠനങ്ങൾക്ക്, അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി എല്ലാം പോയിട്ട് നമ്മൾക്ക് കിട്ടിയ യഥാർത്ഥ തൗഹീദും യഥാർത്ഥ റിസാലത്തും ആഖിറത്തുമെല്ലാം നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതിനെല്ലാമാണ് നമ്മൾ അൽഫുനൂൻ നടത്തുന്നത്. അതിനെല്ലാമാണ് നമ്മൾ 18ാമത് ഗ്ലോബൽ അറബിക് സ്റ്റുഡൻസ് കോൺഫറൻസ് നടത്തുന്നത്. നമ്മൾ ഫലസ്തീൻ അംബാസിഡറെ നമ്മുടെ ഈ പരിപാടിയിലേക്ക് കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഒരു വർഷമായി
നമ്മുടെ ഫലസ്തീനിൽ പിഞ്ചു പൈതങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഈ ഒക്ടോബറിലേക്ക് 1 മാസം തികയാണ്. നമ്മൾ ഇന്ന് പിരിഞ്ഞു പോകുമ്പോ നമുക്ക് കുറെ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, ഫുഡിന്റെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും, നമുക്കറിയാം നമുക്കിവിടെ ചൂടിന്റെ പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ ഈ അംബാസിഡർ വന്നത് മുതൽ നമ്മുടെ പ്രാർത്ഥനകളിൽ ഇന്ന് ബസ്സിൽ കയറി നമ്മൾ നമ്മുടെ ക്യാമ്പസിലേക്ക് പോകുമ്പോൾ അവരും ഉണ്ടാകേണ്ടതുണ്ട്. ഇത്തരത്തിൽ 2 കാര്യങ്ങൾ മാത്രമാണ് പ്രധാനമായി കൊണ്ട് ഓർമ്മപ്പെടുത്താനുള്ളത്. ലോകത്തെ കുറിച്ചുള്ള കൃത്യമായി കൊണ്ട് കാഴ്ചപ്പാട് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, നമ്മൾ കോളേജുകളിൽ കൂടിയിരിക്കണം, കൂടി ആലോചിക്കണം, ശൂറ ചെയ്യണം, എങ്ങനെയൊക്കെ അറബി കോളേജുകളെ പ്രധാനമായി കൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാനുള്ള അത്തരത്തിൽ ഒരു വലിയ ഊർജം ഉൾക്കൊണ്ടുകൊണ്ടാവണം നമ്മളെല്ലാം ക്യാമ്പസിലോട്ട് പോകുന്നത്. മത്സരങ്ങൾ ഇത് ചെറിയ സമയത്തിന് നമ്മൾ ചെറുതായിക്കൊണ്ട് എല്ലാം സംഘടിപ്പിച്ച ചില മത്സരങ്ങൾ ചെറിയ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും മത്സരത്തിൽ നിന്നും നമുക്കൊന്നും ഇവിടെ നേടാനില്ല. പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രതിഭാ സമ്പത്ത് മറ്റുള്ളവരെ കാണിക്കാനുള്ള വലിയ അവസരമാണെന്ന ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടാകേണ്ടത്. കൂടുതലൊന്നും പറയുന്നില്ല, ഇവരെ കുറെ ആൾക്ക് നന്ദി പറയാണ്ട്, അത് നന്ദി പ്രസംഗത്തിലെല്ലാം അത് സൂചിപ്പിക്കും. ഞാൻ ഇന്നിവിടെ ഇപ്പോൾ നിൽക്കുന്നത് ഇവിടെ സമാപന സെഷനില് സ്വാഗതം പറയാന്നുള്ളതാണ്. കുറെ ആളുകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഞാനിത് നീട്ടി പരത്തുന്നില്ല. ഇതിവിടെ ഈ ഉദ്ഘാടന ഈ സമാപന സമ്മേളനം ഇവിടെ അധ്യക്ഷത വഹിക്കുന്നത് MSM സംസ്ഥാന പ്രസിഡന്റാണ് അമീൻ അസ്ലം ചെങ്ങരയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ MSM പല ഭാരവാഹികളുണ്ട്. പലർക്കും MSM ഭാരവാഹികൾ ആരാണെന്ന് അറിയാമെന്ന് ചോദിച്ചാൽ അവരത് പഠിക്കാനും മനസ്സിലാക്കാനും തയ്യാറാകുന്നില്ല. നമ്മൾ ഇതോട് പോകുമ്പോൾ ഈ ഭാരവാഹിത്വങ്ങൾ ആരാണെന്ന് മനസ്സിലായിട്ടില്ലെങ്കിലും പക്ഷെ അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നമ്മൾ ഉണ്ടാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരത്തിലാണ് സ്വാഗതം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ വേദിയിലിരിക്കുന്ന ആരെയുടെയും പേര് എടുത്തു പറയുന്നില്ല. നമ്മൾക്ക് ഈ നമ്മുടെ സമ്മേളനം പ്രഖ്യാപിച്ചത് മുതൽ നമുക്ക് വേണ്ടിയിട്ട് കൂടുതൽ ചെയ്തു തന്ന പ്രവർത്തകരാണ്, നമ്മുടെ നേതാക്കളാണ്, നമ്മുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കൾ അവിടെ ഉള്ളത്. അവരെല്ലാവരെയും ഈ സമാപന പൊതുയോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നതിന് വേണ്ടി ആയിക്കൊണ്ട് MSM സംസ്ഥാന പ്രസിഡന്റ് അമീൻ അസ്ലം ചെങ്ങരയെ ക്ഷണിച്ചുകൊണ്ടിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.